സമയം ഇപ്പോൾ 5:45. 7 മണിക്ക് കൊച്ചി പാലാരിവട്ടത്തെത്തണം. എന്തിനാ പാലാരിവട്ടത്ത് പോണേന്നാണെങ്കിൽ എൻ്റെ പാപ്പന് ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. ജോലി ഗുരുവായൂരാണ്, പക്ഷെ അതിൻ്റെ ഇൻ്റർവ്യൂ അത് പാലാരിവട്ടത്താണ്. പാപ്പനാണെങ്കിലേ എറണാകുളം ഒട്ടും പരിചയമില്ല. ഒന്ന് കൂടെ വാട മോനെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിരസിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാനും പാപ്പനും കൂടി പോവാന്ന് വിചാരിച്ചപ്പോഴാണ് മറ്റൊരു പ്രശ്നം. രാവിലെ 7 മണിക്ക് തന്നെ അവിടെ എത്തണം. പാപ്പൻ മീറ്റ് ചെയ്യാൻ പോണ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സമയം എന്ന് പറയണത് 7 മണി വരെയാണ്. നൈറ്റാണ് പുള്ളിക്ക് ഡ്യൂട്ടി. ഇത്രയും രാവിലെ കൃത്യസമയത്ത് ബസ് കിട്ടുമോ എന്നൊക്കെ സംശയമുള്ളതുകൊണ്ട് ഞാൻ രാവിലെ ഊബർ നോക്കി. ഈ എയർപോർട്ടിൽ നിന്ന് ഓട്ടം വന്ന ഊബർ ടാക്സികളെ റിട്ടേൺ കിട്ടാണ്ട് തൃപ്രയാർ തളിക്കുളം ഭാഗത്തൊക്കെ എടുക്കാറുണ്ട്. ഭാഗ്യത്തിന് ഒരെണ്ണം ഞങ്ങൾക്കും കിട്ടി. ഊബറിനാണ് പോണേന്ന് വെച്ചാൽ ഞങ്ങളും ഉണ്ടെന്ന് ദീപു അമ്മയും പറഞ്ഞു. അങ്ങനെ പാപ്പൻ ഒറ്റയ്ക്ക് പോണ്ട ഈ ഇൻ്റർവ്യൂ യാത്ര ഒരു ഫാമിലി ട്രിപ്പ് പോലെയായി. ഇപ്പോൾ ഞങ്ങൾ നോർത്ത് പറവൂർ ഭാഗത്തി. നേരം വെളുത്ത് തുടങ്ങി. ഒരുപാട് നേരം എറണാകുളത്ത് കിടന്ന് കറങ്ങാനുള്ള പ്ലാനൊന്നും ഞങ്ങൾക്കില്ല കേട്ടാ. നേരെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണു. അത് കഴിഞ്ഞ് വൃന്ദാവനിൽ നിന്ന് നല്ല രീതിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടങ്ങാനാണ് പ്ലാൻ. എന്തായാലും അമ്മയും ദീപും കൂടെ വന്നത് പാപ്പനും വളരെ സന്തോഷമായി. നമ്മുടെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടനും അടിപൊളിയായിരുന്നു. പുള്ളിനെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ചേട്ടൻ പേരുന്നത് സജിയോ? ജിലാനി. ഇതുവരെ കേൾക്കാത്തൊരു വെറൈറ്റി പേരാണല്ലോ അല്ലേ? ഓ, എന്ത് കിട്ടിയാലും അപ്പം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ ജിലാനിയുടെ അർത്ഥം നോക്കിയപ്പോൾ സ്പിരിച്വൽ ലീഡർ, ശക്തൻ, അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് വരുന്നത്. മഴയൊക്കെ പെയ്ത് റോഡാകെ മോശമായിട്ട് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് 7 മണിക്ക് എത്തുമെന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജിലാനി ചേട്ടൻ കൃത്യസമയത്ത് തന്നെ സ്പോട്ടിലെത്തിച്ചു. പാപ്പൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങി. കൊച്ചി റെനയുടെ വെയിറ്റിംഗ് ഏരിയയിൽ പാപ്പനെയും കാത്ത് ഇരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിക്കാര്യങ്ങളൊക്കെ ശരിയായി. പാപ്പൻ മേമേനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ അറിയിക്കുകയാണ്. പാലാരിവട്ടത്തുള്ള കൊച്ചി റെനയിലായിരുന്നു പാപ്പൻ്റെ ഇൻ്റർവ്യൂ. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ വൃന്ദാവനിലേക്ക്. കുറച്ച് നാൾ മുമ്പേ വൃന്ദാവൻ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. ആ ഒരു വീഡിയോയിൽ വൃന്ദാവൻ്റെ മാനേജിങ് പാർട്ണറായിട്ടുള്ള അരുൺ എസ് റെഡ്ഡി അദ്ദേഹം വളരെ വിശദമായിട്ട് വൃന്ദാവൻ്റെ ഒരു സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. 2002 വൃന്ദാവൻ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് 2009 വരെ ഇവർ വലിയ ലാഭമൊന്നും ഇല്ലാണ്ടാണ് നടത്തിയിരുന്നതെന്നാണ് പറയണത്. എന്തിനു പറയണു, 2005 ഈ ഒരു റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യണ കാര്യം വരെ ചിന്തിച്ചിരുന്നു അത്രേ. പിന്നീട് 2009 സമയത്ത് ഇവരുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യും. ആ ഒരു സ്പേസ് ഇവർക്ക് കിട്ടുകയും ചെയ്തോടു കൂടിയാണ് അത്രേ ഇവരുടെ ഒരു പ്രോഫിറ്റും വളർച്ചയൊക്കെ ആരംഭിക്കണേ. മറ്റൊരു കാര്യം ഇവരുടെ വീഡിയോയിൽ പറയണതേ, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ പുതിയ പുതിയ റെസിപ്പികൾ ട്രൈ ചെയ്ത് അത് കൂടുതൽ പെർഫെക്റ്റ് ആക്കാനുള്ള ഇവരുടെ ഒരു ശ്രമവും, അങ്ങനെ പല ഫാക്ടേഴ്സ് ഒത്തുചേർന്നാണ് ഇന്നത്തെ പേരും പെരുമയൊക്കെ വൃന്ദാവന് കിട്ടിയത്. എന്താ മസാല ആദ്യം മസാല പാപ്പന മസാല, ഒരു നെയ്റോസ്റ്റ്, 3 മസാല അവിടെ വെച്ചോ. എറണാകുളത്ത് നല്ല ടോപ്പ് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തത്. ഇപ്പോൾ 1-2 ഐറ്റംസ് എക്സ്ട്രാ നമ്മൾ ടേസ്റ്റ് ചെയ്യണം. സെർവ് ചെയ്ത ചൂടുവെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ ഐറ്റംസൊക്കെ എത്തി. 4 ഉഴുന്നുവട, നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ്, പിന്നെ അമ്മയ്ക്കും ദീപുവിനും പാപ്പനും മസാല ദോശ. ഞങ്ങൾക്കിത് സ്ഥിരമാണെങ്കിലും പാപ്പൻ വളരെ അപൂർവമായിട്ടാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുക. എന്നാൽ നമ്മുടെ ദീപു ആണെങ്കിൽ 2-3 ടൈപ്പ് ചട്നി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. പറഞ്ഞുകൊണ്ട് ഇത്തവണ ആദ്യം പാപ്പനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. പാപ്പന് ഇവിടുത്തെ ദോശ നന്നായിട്ട് അങ്ങോട്ട് ബോധിച്ചിട്ടുണ്ട്. അമ്മയുടെ മുഖത്ത് ആ ട്രേഡ് മാർക്ക് ചിരിയും വിരിഞ്ഞു. ദീപുവിൻ്റെ തലയാട്ടലും കൂടിയായപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ലൈഫിൽ ഇതാദ്യമായിട്ടാണ് ഒരു നെയ് റോസ്റ്റുമ്പോൾ തടവിയപ്പോൾ ഇത്ര നെയ്യ് എൻ്റെ കൈമേൽ പറ്റണേ. പിന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും നല്ല തിക്ക് തേങ്ങാ ചട്നിയും ഒക്കെ കൂടിയായപ്പോൾ പറയും വേണ്ട. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ചട്നിയാണ്. മാത്രമല്ല വൃന്ദാവനിൽ അത് വളരെ ഫേമസ് ആണെന്ന് കേട്ടിട്ടുള്ള, അതും കൊള്ളായിരുന്നു. 2 ചായ 2 കാപ്പി. പൊങ്കലടി ജലദീപ വരണം, പൊങ്കൽ വരണമല്ലോ. പിന്നെന്തുള്ള ഇടിയപ്പം വേണം. ഇടിയപ്പം കടലയും 2 മതി. പിന്നെ പാപ്പന മതിയാ.
ആ അത് മതി, വേണമെങ്കിൽ പറയാം. വേണം കുറച്ച് മസാല. ബൃന്ദാവനിലെ സാമ്പാറും വളരെ ഫേമസ് ആണ്. ോടാ കുറച്ച് അമ്മയ്ക്ക് അതെ അവരെ റോസോടാ. വടകൻ്റെ അപ്പം ഉള്ളല്ലേ സൗണ്ടൊക്കെ ഉണ്ട്, ക്രിസ്പി സൗണ്ടോ. ഉഴുന്നിൻ്റെ കൃത്യം ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു വടയായിരുന്നു. വട മാത്രമല്ല, ഇതുവരെ കഴിച്ച എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. പലരും തേങ്ങാ ചമ്മന്തിയൊക്കെ നിർത്തി, തേങ്ങക്ക് വില കൂടിയല്ലേ, അപ്പോഴാണ് ഇവിടെ ഇത്രയധികം ചമ്മന്തി. മസാല മാറ്റി വെച്ചിരിക്കുക ദീപ, മസാല മാറ്റി വെച്ചിരിക്കില്ല, ഒറ്റക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത് ദീപയുടെ ഒരു കാട്ടാൻ. അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത പൊങ്കലെത്തി. ഒരു സ്പൂൺ എന്തായാലും പാപ്പനോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പാപ്പൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഇഷ്ടപ്പെട്ട പാപ്പൻ ഇങ്ങനെ പറയാം. ആദ്യമായിട്ടാണ് പാപ്പനും അമ്മയൊക്കെ പൊങ്കൽ കഴിക്കണേ. ഞാൻ പിന്നെ ശ്രീരംഗത്തൊക്കെ പോയിട്ടുള്ളപ്പോൾ കഴിച്ചിട്ടുള്ളതാണല്ലോ. ശ്രീരംഗത്തുനിന്ന് അന്ന് കഴിച്ച പൊങ്കലും ഈ ഒരു പൊങ്കലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, എന്നാലും കൊള്ളാം. കുറച്ച് ചമ്മന്തിയും കൂടി കൂട്ടിയോട്ടെ. ചമ്മന്തിയും സാമ്പാറും കൂട്ടുമ്പോൾ ഒരു രക്ഷയില്ല പൊങ്കൽ. ദീപു പൊങ്കൽ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടിയപ്പം കടലക്കറി എത്തി. എന്താ കടലക്കറിയുടെ ഒരു കളറ്, അടിപൊളി. ദീപു ഈസ് ഹാവിങ് ഇടിയപ്പം കടലാക്രമണം. ഇടിയപ്പം കടലക്കറിയും കിട്ടിയോടുകൂടി ദീപു ഹാപ്പിയായി. ഇനിയുള്ളത് കാപ്പി കൂടിയാണ്. ഇടിയപ്പം കുറച്ച് ഞാനും എടുത്തുനിന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ഇടിയപ്പവും കടലക്കറി അതും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നല്ല കിട്ടില്ല ടേസ്റ്റ്. അടിപൊളി കാപ്പിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സംതൃപ്തിയോടെ ബൃന്ദാവനിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇഷ്ടം പോലെ സ്വിഗ്ഗി സൊമാറ്റോ ഇവിടുന്ന് ഓർഡർ എടുക്കുന്നുണ്ട്. കൊച്ചിക്കാർക്ക് അത്രയും പ്രിയപ്പെട്ട റെസ്റ്റോറൻ്റാണ് ബൃന്ദാവൻ എന്നർത്ഥം. പണ്ട് 2010 സമയത്ത് ദുബായിലെ റിസപ്ഷൻ ആയിരുന്നല്ലോ. അന്ന് ജോലിയൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ പാപ്പൻ. പാപ്പനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരാം ഡയമണ്ട് നെക്ലേസിലെ ശ്രീനിവാസനെയാണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്ന തന്നെ കണ്ണും പൂട്ടി ചെറിയ ശമ്പളമുള്ള പാപ്പൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കും അനിയനും കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരു ലോഡ് ചോക്ലേറ്റ് തരുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അതും എൻ്റെ ഈ പാപ്പനാണ്. പാപ്പൻ്റെ ഒപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പാപ്പൻ്റെ ജോലിക്കാരൊക്കെ അങ്ങോട്ട് ഭംഗിയായി. പിന്നെ ബോണസായിട്ട് ഞങ്ങൾ ബൃന്ദാവനിൽ നിന്ന് മനസ്സും വയറും നിറയണ പോലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. വന്നത് ഊബറിലാണെങ്കിലും തിരിച്ചു പോണത് നമ്മുടെ സ്വന്തം KSRTCയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.